ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ മനോഹറും അതുപോലെ തന്നെ വന്ദനയും കൂടിയിട്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ടെക്സ്റ്റൈൽസിൽ അങ്ങനെ അവർ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഗംഗപ്രസാദ് അവിടേക്ക് വരികയാണ്. മനോഹറിനെ തോളിൽ തട്ടുകയും തിരിഞ്ഞു നോക്കിയിട്ട് ആരാ മനസ്സിലായില്ല എന്ന് ആദ്യം മനോഹർ പറയുമ്പോൾ മനസ്സിലായില്ലേ, ഇങ്ങോട്ട് വാ, ഞാൻ മനസ്സിലാക്കി തരാമെന്നും പറഞ്ഞ് നീക്കി നിർത്തിയിട്ട് എന്നെ മനസ്സിലായില്ലേ, ചെന്നൈയിൽ വെച്ചാണ് നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ളത്, എൻ്റെ പേര് ഗംഗപ്രസാദ്. അപ്പോൾ ഗംഗയായിരുന്നു, അത് ശരി, ഞാൻ പെട്ടെന്ന് ആളെ കണ്ടപ്പോൾ മനസ്സിലായില്ല, അപ്പം എന്താ ഈ നാട്ടിൽ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ രണ്ടാനമ്മയും മകളും അവരെൻ്റെ സ്വത്ത് തട്ടിയെടുക്കുന്ന, അപ്പം അതൊക്കെ എന്തായി, കിട്ടിയോ എന്ന് ചോദിക്കുന്നുണ്ട് മനോഹർ. അപ്പം ഇല്ല, ഒന്നും ആയിട്ടില്ല, എന്തായാലും അവരെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നിട്ടുള്ളതെന്ന് ഗംഗപ്രസാദ് നമ്മുടെ മനോഹറിനോട് പറയുകയും ചെയ്യുന്നുണ്ട്. വന്ദന എന്തായാലും ഇത് നോക്കി നിൽക്കുകയാണ്. വരുൺ വിചാരിക്കുന്നുണ്ട് ഇവൻ എന്തോ തരികിട ആൾക്കാരാണ്, അത് കാരണം ഇവനുമായിട്ടുള്ള കൂട്ട് എന്ന് പറയുന്നത് അത്ര നല്ല ആൾക്കാരാവില്ല എന്നിങ്ങനെ പറയുകയും ചെയ്യുകയാണ്. അതിനുശേഷം ഗംഗപ്രസാദിന്റെ കയ്യിൽ നിന്നും മനോഹറിന്റെ ഫോൺ നമ്പർ ഗംഗപ്രസാദ് വാങ്ങിയെടുക്കുകയും അവിടെ നിന്നും പോവുകയും ചെയ്യുകയാണ്, വിളിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നീട് നമ്മുടെ അവിടെ നിന്നും ഡ്രസ്സൊക്കെ എടുത്ത് അവിടെ നിന്നും പോകുന്നുണ്ട്. ഒരുപാട് ഡ്രസ്സൊക്കെ എടുക്കുന്നുണ്ട്, നല്ല പൈസ തന്നെ ചിലവാക്കുന്നുണ്ട് മനോഹറിൻ്റെ നമ്മുടെ വന്ദന. അങ്ങനെ വന്ദന കല്യാണിയെ കണ്ട് കല്യാണിയോട് വിവരം പറയുകയാണ്. ഞങ്ങൾ ടെക്സ്റ്റൈൽസിൽ വെച്ച് ഡ്രസ്സ് എടുക്കുന്ന സമയത്ത് ഒരാൾ അവിടേക്ക് വന്നിരുന്നു, എനിക്ക് മുൻപ് പരിചയമില്ലാത്ത ഒരാളാണ്, അവനെ മാറ്റി നിർത്തി സംസാരിക്കുകയും അവർ തമ്മിൽ നല്ല കമ്പനിയാവുകയും എന്നെ വന്ന് പരിചയപ്പെടുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവനുമായിട്ട് ഈ നാട്ടിൽ ആരാണ് ബന്ധമുള്ളത്, അങ്ങനെ ഉണ്ടെങ്കിൽ എന്തായാലും അത് ഏതോ ഒരു തരികിട തന്നെയായിരിക്കും, അതാരാണ് എന്ന് മനസ്സിലാക്കാൻ തന്നെ കല്യാണി തീരുമാനിക്കുകയാണ്. കാരണം അവൻ എന്തെങ്കിലും അപകടം ഇനി ആർക്കെങ്കിലും വരുത്തി വെക്കുമെന്ന് അറിയാം. പിന്നെ ഇവനെ അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ മനോഹറിനോട് ഈ ഒരു കാര്യം നേരിട്ട് ചോദിക്കാൻ തന്നെ കല്യാണി തീരുമാനിക്കുകയാണ്. അങ്ങനെ കല്യാണി മനോഹറിനെ ഫോൺ വിളിച്ച് ചോദിക്കുന്നുണ്ട്, നിന്നെ ഞങ്ങൾക്കൊന്ന് കാണണമെന്ന് പറയുകയാണ്. അങ്ങനെ മനോഹർ കല്യാണിയെ കാണുകയാണ്. കല്യാണിയെ കാണുമ്പോൾ ചോദിക്കുന്നുണ്ട്, നീ ഏതാടാ ഇപ്പോൾ ഒരു പുതിയൊരു കൂട്ടുകെട്ടൊക്കെ തുടങ്ങിയിട്ടുള്ളതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഏത് കൂട്ടുകെട്ട്? അപ്പം പറയുന്നുണ്ട്, ഈ നാട്ടിലുള്ളതല്ല, നീ അതൊക്കെ ഞാൻ അറിയും, നീ ഇണങ്ങിക്കഴിഞ്ഞാൽ ഞാൻ അറിയും, ആരാടാ അത് എന്ന് ചോദിക്കുകയാണ്. അപ്പം പറയുന്നുണ്ട്, അവനോ, അത് ഞങ്ങൾ ചെന്നൈയിൽ വെച്ച് പരിചയപ്പെട്ട ആളാണ് എന്ന് പറയുന്നുണ്ട്. അവൻ ഇവിടേക്ക് വന്നതാണ്, അപ്പം ഇവിടെ വെച്ച് ഞങ്ങൾ കണ്ടുപരിചയമുള്ളതാണ്, നിന്നെപ്പോലെ തന്നെയാണോടാ, പെണ്ണുങ്ങളൊക്കെ ഇതുപോലെ വലവീശി പിടിക്കുന്ന കൂട്ടത്തിലാണോ എന്ന് ചോദിക്കുകയാണ്. അവൻ അങ്ങനെയൊന്നല്ല, അവൻ്റെ സ്വത്തുക്കൾ അവൻ്റെ രണ്ടാനമ്മയും മകളും തട്ടിയെടുത്തുന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് പണ്ട്, അതിന് വേണ്ടിയിട്ട് വന്നതാണ് ഇവിടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കല്യാണിക്ക് കാര്യങ്ങൾ മനസ്സിലാവാണ്. കല്യാണി ചോദിക്കുന്നുണ്ട്, ആരാ, അവൻ്റെ പേരെന്താ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, ഗംഗപ്രസാദ് എന്നാണ് അവൻ്റെ പേര്, ഇപ്പോൾ ഇവിടെ അറിയപ്പെടുന്നത് അവൻ ജെറി ജോൺ എന്ന പേരിലാണ് എന്ന് പറയുമ്പോൾ കല്യാണി ആകെ ഞെട്ടിപ്പോവുകയാണ്. എന്തായാലും മനോഹറിൻ്റെ വായിൽ നിന്ന് തന്നെയാണ് ആ ഒരു സത്യം നമ്മുടെ കല്യാണി തിരിച്ചറിയുന്നത്. നേരെ കിരണിനോട് വിവരം പറയുകയും അങ്ങനെയാണ് അവർ രണ്ടുപേരും ഒത്തൊരുമിച്ചിട്ടാണ് പിന്നെ ഗംഗപ്രസാദിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നതൊക്കെയുള്ള ഭാഗമൊക്കെ കാണിച്ചിട്ടുള്ളത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. Okay friends, bye, thank you.